നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടോം വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം? അപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പാർട്ട്ണറിന് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ആള് ഭയങ്കര ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയും. ഇത് ഒന്ന് രണ്ട് പേരല്ല, കുറെ പേരായി ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് എവിടെന്നാ മനസ്സിലായേ, എങ്ങനെ അത് മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് വളരെ പ്രോമിനന്റ് ആയിട്ട് പലരും സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ പാർട്ട്ണറിന് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായി ചോദിച്ചപ്പോൾ പലപ്പോഴും ഈ നാർസിസ്റ്റിക് ആ പാർട്ട്ണറിന് ചിലപ്പോൾ പലപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ചില പേഴ്സണാലിറ്റി പ്രോബ്ലംസും ഉണ്ടാവാം. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് മിഥ്യാധാരണകളും കുറച്ച് ആ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ പ്രശ്നം പൊതുവെ എല്ലാവരിലും കാണാറുണ്ടോ? അതായത് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ എൻ്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങളുടേത്, നിങ്ങളുടെ സ്വഭാവമായിരിക്കില്ല മറ്റൊരാളുടേത്. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കും, നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് സങ്കടം വരുന്ന അല്ലെങ്കിൽ പേടിച്ച് ടെൻഷൻ അടിക്കുന്ന പ്രകൃതമായിരിക്കാം. മറ്റൊരാള് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് കൃത്യവുമായി വൃത്തിയായി ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കാം. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളാണ്. പക്ഷേ ചില ആളുകളിൽ ഈ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങൾ അത് അവരുടെ തന്നെ ജീവിതത്തിലോ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതത്തിനെയോ പ്രതികൂലമായ രീതിയിൽ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യക്തിത്വത്തിനെ വ്യക്തിത്വ വൈകല്യം എന്ന് പറയും, അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ എല്ലാവർക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവണം എന്നില്ല. അത് കുറച്ച് ശതമാനം, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതൊരു മാനസിക പ്രശ്നമാണോ? അപ്പൊ അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഇതൊരു മാനസിക രോഗമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്കൊരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിരിക്കുന്നു, നമുക്ക് അസുഖം വരുന്നു, പിന്നീട് അത് മാറുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ രോഗം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ, അത് തർക്കടില്ലാതെ കുഴപ്പമില്ലാതെ പോയിരുന്ന ഒരു വ്യക്തിക്ക് അത് വരികയും ആ സമയത്ത് അവർ വളരെയധികം ഡൗൺ ആവുകയും പിന്നീട് ചികിത്സിച്ചിട്ടോ അല്ലാതെയോ മറ്റു രീതികളിലോ അത് മാറിപ്പോവുകയും ചെയ്യുന്നതാണ് നമുക്ക് രോഗമായിട്ട് കാണാം. പക്ഷെ വ്യക്തിത്വം, അതേപോലെ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു കൗമാരപ്രായത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്ത് കണ്ടു തുടങ്ങുന്നത്, ഏറ്റവും ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കൗമാരപ്രായത്തിലാണ്. ആ കൗമാരപ്രായത്തിൽ നിന്നും പിന്നെ ഈ ഒരു ലക്ഷണങ്ങൾ, ഈ ഒരു ട്രേറ്റ്സ് എന്ന് പറയുന്ന അവസ്ഥ, അത് ജീവിതകാലം മുഴുവൻ നമുക്ക് അവരിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് മനഃശാസ്ത്രത്തിന്റെ മനോരോഗ വിദഗ്ധര് മിക്ക ആളുകളും പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യം അത് മാനസിക രോഗമായിട്ട് കാണേണ്ട, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന പോരായ്മകളോ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ ആയിട്ടോ കണ്ടാൽ മതി, ഡിഫറൻസോ ആയിട്ടോ കണ്ടാൽ മതി എന്നുള്ളൊരു അഭിപ്രായമാണ് മെജോറിറ്റി ഓഫ് ദ എക്സ്പേർട്സിനുള്ളത്. ഡോക്ടർ, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് എന്താണെന്ന് വിശദീകരിക്കാമോ? അതുപോലെ തന്നെ ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഓക്കെ, അപ്പോ ഇതിന്റെ പേരിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് ഐതിഹ്യത്തിൽ നിന്നാണ്. വളരെ സുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് നാർസിസസ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ ഒരു തടാകത്തിൽ കാണുകയും ആളുടെ ബ്യൂട്ടിയിൽ ആള് തന്നെ വളരെയധികം സർപ്രൈസ്ഡ് ആയി പോവുകയും ചെയ്തു. ആളോട് തന്നെ അഗാധമായ പ്രണയത്തിലേക്ക് എത്തി. അങ്ങനെ സ്വന്തമായിട്ടുള്ള ഈ പ്രതിഫലനം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ തടാകത്തിന്റെ തീരത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. ആ മരിച്ച സ്ഥലത്ത് പിന്നീട് ഈ നാർസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പൂവ്, അതായത് നമ്മളിപ്പം ഡാഫോഡിൽസ് എന്ന് പറയുന്ന പൂവ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു ഗ്രീക്ക് മിത്തോളജിയാണ്, ഒരു ഐതിഹ്യമാണ്. അപ്പൊ അതിൽ നിന്നാണ് നാർസിസസ് എന്നുള്ള പേരുണ്ടായത്.
സ്വന്തമായി അമിതമായി സ്വന്തം സെൽഫായിട്ട് ലവ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചും ഈ മനഃശാസ്ത്രജ്ഞന്മാർ വളരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും പ്രബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തത്. അപ്പൊ അതിൽ പ്രമുഖനായ ഒരു മനഃശാസ്ത്രജ്ഞൻ നമുക്കറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ ഒരു 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 തിയറി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കുട്ടികളും ആ ഒരു ചില പ്രായത്തിൽ നാർസിസ്റ്റുകളാണ്. അഥവാ അവരുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ചുറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും ചിന്തിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. അത് ആ ഒരു കുട്ടികളുടെ വളർച്ചേന്റെ ഒരു സ്റ്റേജാണ്. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത്, ഈ ഒരു പക്വത വരുന്ന സമയത്ത്, ആ ഒരു അഡൽട്ട് ആവുന്ന സമയത്ത് ഈ ഒരു ചിന്തകളൊക്കെ മാറി ചുറ്റുമുള്ള ആളുകളെയും പരിഗണിച്ച് അവരെയും ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തും. പക്ഷെ എല്ലാവർക്കും ആ ഡെവലപ്മെന്റ് കാണില്ല എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് വാദിക്കുന്നത്. ചില ആളുകളിൽ ഈ ഒരു കുട്ടികളുടെ ഈ ഒരു അറസ്റ്റഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഈ പെരുമാറ്റം, ഈ സെൽഫ് സെന്റേർഡ്നെസ്, സെൽഫിഷ്നെസ്, അത് അഡൽട്ട് ലൈഫിലേക്കും ഉണ്ടാവും. അവരാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന രീതിയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അതായത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ശരിക്കും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ അവരെ കുറിച്ച് തന്നെ വളരെ മോശമായിട്ടൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ്. എ ഡീപ് സീറ്റഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഇൻആഡിക്വസി. ഞാൻ തീരെ കൊള്ളില്ല, ഞാൻ ഒന്നിനും പോരാ, ഞാൻ നല്ലതല്ല എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ചെറുപ്പം മുതലേ വന്നത്. അപ്പൊ അതിനെ തരണം ചെയ്യാൻ, മറികടക്കാനായിട്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള, എന്താ പറയാ, ഒരു പെരുമാറ്റമാണ് നാർസിസം എന്നുള്ളത് ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ ഓട്ടോ കേൺബർഗ് പറഞ്ഞു. അതേപോലെ വേറൊരു വ്യക്തി, ഹെയ്ൻസ് കോൺട്ട് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഈ വളർന്നു വരുന്ന സമയത്ത് പാരൻസിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം, സ്നേഹം അതൊന്നും കിട്ടാതെ വളരുമ്പം ആ കുട്ടികളുടെ ഈഗോ, സെൽഫ് എസ്റ്റീം വളരെ കുറയുകയും ആ കുട്ടികൾ പിന്നീട് വലുതാവുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നാർസിസം പോലത്തെ പെരുമാറ്റങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള തുടക്കം. നമ്മുടെ ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ തുടക്കം ഉണ്ടാവുന്നത് ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ പകുതി അതിന്റെ അവസാന ഭാഗത്തുമായിട്ടാണ്. അപ്പൊ ഈ അസുഖമുള്ള ഈ അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഈ അവസ്ഥയുള്ള ആളുകളിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഗ്രാൻഡിയോസ് സെൽഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയും. അതായത് ഞാൻ വളരെ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം അവര് ചിന്തിക്കുകയും പെരുമാറുകയും ഒക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഊതി വീർപ്പിച്ച് വലിയ സംഭവങ്ങളായി ചുറ്റുള്ള ആൾക്കാരെ അറിയിക്കാനായിട്ട് അവർ ശ്രമിക്കും. പണ്ട് കാലത്ത് എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഒരാള് ഇതേ പറഞ്ഞിട്ടുള്ള അവർ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തമായി ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് സ്വന്തമായി പല സ്ഥലങ്ങളിലും ഫിറ്റ് ചെയ്യും. കാരണം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്, ആ റെക്കഗ്നീഷൻ. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമായി പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു ഉയർന്ന ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കും. അവർക്ക് എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും ചിന്ത. എനിക്ക് ടോപ്പിലെത്തണം, എൻ്റെ ശരീരമൊക്കെ നല്ല ഭംഗി ഉണ്ടാവണം, എൻ്റെ കൂടെയുള്ള പാർട്ട്ണർ നല്ല പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരിക്കണം, മറ്റുള്ളവരുടെ പാർട്ട്ണറിനേക്കാളും സൗന്ദര്യവും മറ്റു കാര്യങ്ങളൊക്കെയുള്ള നല്ല പാർട്ട്ണർ ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷനും അതേപോലെ ടോപ്പ് ലെവലിൽ എത്താനായിട്ട് അവർ നിർത്താതെ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഒരു ജോലി സ്ഥലത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജോലി സ്ഥലത്ത് അവരെന്താ ചെയ്യുക? അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിലേക്ക് എത്താനായിട്ട് അവർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ടോപ്പിലെത്താൻ, രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അതിന്റെ ടോപ്പിലെത്താൻ, ഈവൻ ക്രിമിനൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അതിന്റെ ടോപ്പിലെത്താനായിട്ട് അവർ ശ്രമിക്കും. അപ്പം പലപ്പോഴും നമ്മൾ ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും അല്ല, ഒരു ചുരുക്കം ശതമാനം ആളുകൾക്കെങ്കിലും ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നെ അത് മാത്രം പോരാ, ഇവർക്ക് ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവരെ
അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും അവരെ ശ്രദ്ധിക്കണം. നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്ന സംഭവം ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു പബ്ലിക് ഫംഗ്ഷന് പോവുകയാണ്, ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പൊ അവിടെ ആ കല്യാണത്തിന് വിളിച്ച ആൾക്കാരും മറ്റുള്ളവരും ഇദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കണം. അപ്പൊ എങ്ങാനും അവര് ഈ പറഞ്ഞ വ്യക്തിയെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിലോ വേറൊരാളോട് സംസാരിക്കുക ഇദ്ദേഹത്തിന് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. സാധാരണ ഒരാളാണെങ്കിലോ അവർ നേരെ പോയിട്ട് എന്നെ പരിചയപ്പെടാൻ വന്നില്ല, ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടാന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇവരുടെ അതിന് മനസ്സിലൊരു വിഷമവും ഒരു ദേഷ്യമായിട്ട് അത് മാറും. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന വേണം എന്ന് അവർ പലപ്പോഴും ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ പേഷ്യൻസ് ആയിട്ട് വരുന്ന കുറച്ച് നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ പറയും, ഡോക്ടർ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ജോലി, എനിക്ക് ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, ഡോക്ടർ എന്നെ പെട്ടെന്ന് കണ്ടുവിടണം, ഡോക്ടർക്ക് അറിയാലോ മറ്റുള്ള പേഷ്യൻസിനെ പോലെയല്ല ഞാൻ, അപ്പൊ എന്നെ പെട്ടെന്ന് കണ്ടുവിടണം എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറയുക, ഒന്ന് വെയിറ്റ് ചെയ്യണം, എല്ലാവരും ഇതേപോലെ തിരക്കുള്ള ആൾക്കാരല്ലേ എന്ന് പറയുമ്പോൾ അവര് പെട്ടെന്ന് അവർക്ക് അത് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നും. അപ്പൊ അതിനെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നാർസിസിസ്റ്റിക് ഇഞ്ചുറി എന്നുള്ളത്. ഇഞ്ചുറി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ അവർ വളരെ ഇൻസെക്യൂർ ആണ്. ഞാൻ വളരെ മോശമാണ്, ഞാൻ അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ തന്നെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്ലെങ്കിൽ ഒരു ബബിളാണ് ഈ നാർസിസിസം എന്ന് പറയുന്ന സാധനം. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബബിള് പെട്ടെന്ന് പൊട്ടും. അപ്പൊ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അസൂയയാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ചുറ്റുമുള്ള ആൾക്കാർ ഒരു നല്ല ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പുറത്ത് കാണിക്കില്ലെങ്കിലും നല്ല രീതിയിൽ അസൂയ മനസ്സിലുണ്ടാവും. കാരണം ഞാൻ മാത്രം വളർന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരു ചിന്താഗതി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അവര് എല്ലാ കാര്യത്തിലും കുറച്ച് അമിതമായി അസൂയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിലൊരു വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പലപ്പോഴും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മൾ എംപതി എന്നൊക്കെ പറയും, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവരിൽ കുറവാണെന്നാണ് ഇവരിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ജോലിയിൽ ടോപ്പ് ലെവലിൽ എത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ ചവിട്ടി താഴ്ത്തി പെട്ടെന്ന് അവർക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. മറ്റുള്ളവരുടെ വിഷമം ശരിയാണ്, ഇപ്പൊ നമ്മൾ ഈ ലൈനിൽ നിൽക്കുമ്പോൾ ചാടി കയറി വരുന്ന ആളെ പോലെ, അപ്പൊ അവർക്ക് അവരുടെ ബാക്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറെ പേര് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഇദ്ദേഹം കയറി കഴിഞ്ഞാൽ അവർ ലേറ്റ് ആവുന്നുള്ള ആ ഒരു എംപതി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അവര് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കിട്ടാനുള്ള പ്രത്യേകമായ പരിഗണന കിട്ടണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഇപ്പൊ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാര്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെയൊക്കെ അവർ അഡ്വാൻറ്റേജ് എടുക്കുന്നതായിട്ടും അവരുടെ ആ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ കാണുന്ന ചില പെരുമാറ്റത്തിലുള്ള സവിശേഷതകൾ ഇതൊക്കെയാണ്. ഡോക്ടർ, ഈ നാർസിസ്റ്റിക് ഡിസോർഡറുള്ള വ്യക്തികളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും ഡോക്ടർ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇത്തരം വ്യക്തികളുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരക്കാരുടെ സൗഹൃദ വലയങ്ങളിലും ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുകൂടി വിശദമാക്കാമോ? അതെ, അപ്പം ഇവരുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആ ഐതിഹ്യത്തിലേക്ക് പോവാം. അപ്പൊ ഈ നാർസിസസ് എന്ന് പറഞ്ഞ വളരെ സുന്ദരനായ ഈ ചെറുപ്പക്കാരനെ വളരെയധികം പ്രണയിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡീന്റെ പേര് എക്കോ എന്നാണ്. ഈ എക്കോ അതായത് ആൾക്ക് കിട്ടിയ ഒരു ശാപം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ല, മറ്റുള്ളവർ പറയുന്നത് അതേപോലെ തിരിച്ചു പറയണം, ഒരു എക്കോനെ പോലെ തിരിച്ചു പറയണം എന്നുള്ളതാണ്. അപ്പൊ ഈ ലേഡി നാർസിസസിനെ പ്രണയിച്ചു, പക്ഷെ നാർസിസസിന് സ്വന്തമായിട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആൾക്കാരുടെ ഇഷ്ടമൊന്നും ആള് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ പലപ്പോഴും ഈ പേഴ്സണാലിറ്റിയുള്ള ആളുകൾ കൂടെ അവരുടെ കൂടെയുള്ള ആൾക്കാരെ അവരുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ അവരുടെ സോഷ്യൽ സർക്കിളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതായത് ഞാൻ ഇതിലെ പ്രധാന കഥാപാത്രവും മറ്റുള്ളവർ സൈഡ് ക്യാരക്ടേഴ്സും ആണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ചുറ്റുമുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത് പലപ്പോഴും റിലേഷൻഷിപ്സിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മള് ഇപ്പം പാർട്ട്ണറിനൊരു പ്രശ്നം വരികയാണ്.
അപ്പൊ നമുക്കൊരു അസുഖം വരികയാണ്, ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് പാർട്ട്ണർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യണം, എല്ലാ രീതിയിലും നമ്മളെ ശുശ്രൂഷിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യും, പ്രതീക്ഷിക്കും. പക്ഷെ അതേ പ്രശ്നം പാർട്ട്ണറിന് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ പാർട്ട്ണറിന്റെ പല ഇമോഷണൽ നീഡ്സ് ആണെങ്കിലും ഫിസിക്കൽ നീഡ്സ് ആണെങ്കിലും ഫൈനാൻഷ്യൽ, അതായത് സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുന്നതുകൊണ്ട് പലപ്പോഴും ഈ റിലേഷൻ, അതുകൂടാതെ അമിതമായിട്ട് കൺട്രോളിങ്ങും ആയതുകൊണ്ട് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണും. ഇനിയിപ്പോ ഈ പാർട്ട്ണർ ഇദ്ദേഹത്തിന് ഒഴിവാക്കി പോയി എന്ന് വെച്ചോ, അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്നെ പോലെ ഇത്രയും സംഭവമായിട്ടൊരു വ്യക്തിനെ വേറൊരാൾക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാന, അവരുടെ ആ ഒരു ഫ്രജൈൽ ഈഗോനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ പിന്നെ പറയും വേണ്ട. ആ സമയത്ത് നമുക്ക് പറയാം, പൊതുവെ നമ്മൾ പാരൻസ് ആവുമ്പം നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, അല്ലെ? പക്ഷെ പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവാനോ അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കരമായി കയറുന്ന സമയത്ത് അതിൽ അസൂയപ്പെടുന്നതായിട്ട് നമ്മൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ആളുകളെ കാണാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പണ്ട് കാലത്ത് മലയാളത്തിൽ പറയുമല്ലോ, അതായത് പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നൊക്കെ പറയും. അതായത് സ്വന്തം മകൻ എന്നേക്കാൾ വളർന്ന് വലുതാവുന്നു എന്ന് കാണുമ്പോൾ മകനെ കൊന്ന അച്ഛന്റെ കഥയാണ് പെരുന്തച്ഛന്റെ കഥ. അതേപോലെ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ വളരും, ബാക്കിയുള്ളവർ വളരണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ കാണും. ഇവർ ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും, ഇവർ ഭയങ്കര ദേഷ്യം കാണിക്കും. അപ്പൊ ഒരു 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 കലുഷിതമായ ഒരു സാഹചര്യം പലപ്പോഴും കുടുംബത്തിൽ കാണാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ പേഴ്സണൽ ജീവിതത്തിൽ അവർക്ക് ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദാഹരണത്തിന് രണ്ട് തരത്തിലുള്ള നാർസിസിസം ഉണ്ട് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഗ്രാൻഡിയോസ് നാർസിസം, അതായത് അമിതമായിട്ട് എന്നെ കുറിച്ച് എന്നെ ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, ഗ്രാൻഡിയോസ് നാർസിസം. രണ്ടാമത്തതിന് വൾണറബിൾ നാർസിസം അഥവാ കോവേർട്ട് നാർസിസം എന്ന് പറയും. അതില് അവർക്ക് ഉള്ളിലൊരു ഞാനൊരു വലിയ സംഭവമാണെന്നും ഒക്കെയുള്ള തോന്നലുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാർസിസ്റ്റിക് പ്രശ്നങ്ങളുള്ള ഒരാള് അദ്ദേഹം PSC പരീക്ഷ എഴുതണം എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ എഴുതില്ല. അല്ലെങ്കിൽ ഒരു പരീക്ഷ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം എന്ന് പറയുമ്പോൾ എഴുതില്ല. കാരണം എന്താണ്? കാരണം അത് എഴുതി കഴിഞ്ഞ് തോറ്റു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടാതായി കഴിഞ്ഞാൽ അത് അവരുടെ ഈഗോന് കിട്ടുന്ന വലിയൊരു ഇഞ്ചുറിയാണ്. അതുകൊണ്ട് പലപ്പോഴും അവർ അവോയ്ഡ് ചെയ്യും, ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ഇതിൽ നിന്നും വേറെ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് നോക്കും. സാധാരണ ഒരാൾ പരീക്ഷ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? കുഴപ്പമില്ല, കുറച്ചുകൂടി നന്നായി പഠിച്ച് അടുത്ത പരീക്ഷ എഴുതാന്ന് പറയും. അങ്ങനെയല്ലേ ചെയ്യുക? പക്ഷെ നാർസിസ്റ്റുകൾക്ക് അതല്ല പ്രശ്നം. കാരണം അവരുടെ മൊത്തം ബിംബം, ആ ഒരു എന്താ പറയുക, ആ ഒരു അവരുണ്ടാക്കി വെച്ച ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുകയും അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് അത് വിഷാദത്തിലേക്ക് ആഴ്ത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വൾണറബിൾ നാർസിസം എന്നാണ് പറയുക. പിന്നെ നാർസിസത്തിന് ഇതിപ്പം നമുക്ക് ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും ഇവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അത്ര പോപ്പുലർ അല്ല. അതിനെ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്നാണ് അവർ പറയും. അതായത് അതിനെ എനിക്കത് കേട്ടപ്പം ഈ നാർസിസത്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമാണെന്നും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ സിനിമയിലെ സൈഡ് റോളുകൾ ചെയ്യുന്ന ചെറിയ കഥാപാത്രങ്ങളാണെന്നും, അല്ലെങ്കിൽ ഞാൻ ഒരു ഗെയിമിലെ പ്രൊട്ടാഗനിസ്റ്റ്, അതായത് ഞാൻ പ്രധാന കഥാപാത്രമാണെന്നും മറ്റുള്ള ആൾക്കാരൊക്കെ ഗെയിമിലെ ഈ NPCs നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സ് ആണ് എന്നും ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന് ഈ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ കളിയാക്കി വിളിക്കുന്നു. അപ്പൊ അത് ശരിക്കും ഒരു രീതിയിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഡോക്ടർ, അതുപോലെ ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഈ ഒരു അവസ്ഥ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അവിടെ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ നാർസിസിസ്റ്റിക് പ്രശ്നങ്ങളുള്ള ആളുകൾ അവർ സ്വന്തമായി ഒരിക്കലും ചികിത്സയ്ക്ക് വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല, ഞങ്ങൾ വളരെ നോർമലല്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ സ്ട്രോങ് ആണ്, ബെറ്റർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് ഒരിക്കലും പലപ്പോഴും അവർ ചികിത്സയ്ക്ക് വരുന്നതായിട്ട് നമ്മൾ കാണാറില്ല.
വരുന്ന സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഈഗോ ആണ്. അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ സംഭവിക്കുകയാണ്. ഇപ്പം ഇപ്പൊ നമുക്കറിയാലോ, എപ്പോഴും നമുക്ക് ടോപ്പിൽ നിൽക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രായമാവുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മളെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരും. അപ്പൊ എല്ലാ ശ്രദ്ധയും എല്ലാ കാര്യങ്ങളും ആ ജനറേഷനിലേക്ക് നമ്മൾ റിട്ടയർ ആവും, നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും. ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു ഈഗോ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവർ പലപ്പോഴും വിഷാദത്തിലേക്കോ ഉത്കണ്ഠയിലേക്കോ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്ക് എത്തും. ആ ഒരു സ്റ്റേജിലാണ് പലപ്പോഴും നമ്മളൊരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത്, മനഃശാസ്ത്ര അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധന്റെ അടുത്ത് എത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുമ്പം ഇവരുടെ പാർട്ട്നേഴ്സിനോ മക്കൾക്കോ ഒക്കെ മാനസികമായ ബുദ്ധിമുട്ട് വരുമ്പോഴും ആ രീതിയിലും പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തേക്ക് അല്ല മറ്റേ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചില രീതിയിൽ ഇതിനെ പരിഹരിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രശ്നം എന്താണ് എന്നും ഇത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്നും ഇവരെങ്ങനെയൊക്കെയാ പെരുമാറുക എന്നുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്കും വ്യക്തിയുടെ കുടുംബക്കാർക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അഥവാ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുക. രണ്ടാമത്തേതായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷാദം, ഉത്കണ്ഠ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചികിത്സിച്ച് ചിലപ്പോൾ മരുന്നിന്റെ ആവശ്യം വരാം, ചികിത്സിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ നാർസിസ്റ്റിക് കോർ എന്ന് പറയുന്ന സാധനം കുറച്ച് ബുദ്ധിമുട്ടാണ് ചികിത്സിക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ഈ തെറാപ്പി, സൈക്കോ തെറാപ്പി എന്ന് പറയും. അതായത് കൗൺസിലിങ്ങിന്റെ തന്നെ കുറച്ചും കൂടി ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയാണത്. അപ്പൊ അതില് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന അപാകതകൾ, അതൊക്കെ മനസ്സിലാക്കി ചർച്ച ചെയ്ത് അതിന് ഓരോന്നിനായിട്ട് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള വളരെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ്, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറയൂ. പിന്നെ ഞങ്ങളെ സ്നേഹിതണ്ട്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു കേട്ടു, വളരെയധികം അതിനോട് ചേർത്താൻ പറ്റാവുന്ന സ്നേഹിതനാണ് എല്ലാ കാര്യത്തിലും. അവനെ നാലാളറിയണം. നാലാളിക്കണ സ്ഥലത്ത് നിന്ന് ആ നാലാളിക്കണ സ്ഥലത്ത് ഓനെ അറിയപ്പെടണം. അങ്ങനെ 10 ആളിക്കണോടത്തുനിന്നായാലും 10 കയറിനോടത്തുനിന്നായാലും ഇറങ്ങോടത്തുനിന്നായാലും വേറുള്ളോടത്തുനിന്നായാലും അവനെ അറിയണം. അതിനവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാട്ടും. അത് കാട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഡീസൻസിലൊക്കെ നടക്കല് എല്ലാ കാര്യത്തിലും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ മറ്റ് ഈ ഫീമെയിൽ സൈഡില് അത് അല്ലാതെ അങ്ങനെ ഭ്രമം, അതായത് കാണൽ ഭ്രമം, അല്ലാത്തൊന്നുമില്ല. അപ്പൊ അത് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുമില്ലേ. അപ്പൊ അത് അങ്ങനെയാണ് മനസ്സിലായിട്ടില്ല പറഞ്ഞത്. അപ്പൊ ഇനി പിന്നെ സാറിന്റെ ഉപദേശം പോലെ എന്താ വെച്ചാൽ ചെയ്യാ എന്നുള്ളതാ വിളിച്ചത്. താങ്ക്സ്. താങ്ക് യു. അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ ഉന്മാദ വിഷാദ രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഭാഗമായിട്ടും നമ്മളിപ്പോ പറഞ്ഞ വ്യക്തിത്വ വൈകല്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരാം. എന്തായാലും ഇങ്ങനെ ഈ ഒരു പെരുമാറ്റം ആളുടെ ജീവിതത്തിലും ആളുടെ ചുറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിലും പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ആൾ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സംസാരിച്ചിട്ട് പറ്റുന്ന പോലെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ NPD ഉള്ള ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധത്തിലുള്ള ഒരാൾക്ക് അയാളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അപ്പം ഇതൊരു പ്രശ്നമാണ്. കുറച്ച് നാള് NPD ഉള്ള ഒരു വ്യക്തി, അതിനു മുമ്പ് ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഈ നാർസിസ്റ്റ് നമ്മളിപ്പോൾ ഈ വ്യക്തിത്വ വൈകല്യങ്ങളെ ഓരോരോ വേറെ വേറെ പേരുകളിൽ ഇപ്പൊ പറയുന്നില്ല. പണ്ട് ഇതിനെ ബോർഡർ ലൈൻ അല്ലെങ്കിൽ നാർസിസിസ്റ്റിക്, ഹിസ്ട്രിയോണിക്, ആന്റി സോഷ്യൽ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുമായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാത്തിനെയും ഒറ്റൊരു വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു വാക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ NPD എന്നുള്ള വാക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാവും നമ്മുടെ സയന്റിഫിക്
ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഇല്ലാതാവുന്ന ഒരു വാക്കാണ്. കാരണം ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് മറ്റ് പ്രശ്നങ്ങളും പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ് ആയിട്ട് നമ്മളിപ്പോൾ വെക്കാറില്ല. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പ്രശ്നം എന്താണെന്നുള്ളത് ആ പാർട്ട്ണർ കൃത്യമായിട്ട് അറിയണം. ഈ പ്രശ്നം ഇതാണ് എന്നുള്ളതും ഈ അസുഖത്തിന്റെ ഈ ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് പാർട്ട്ണർ അറിയണം. അപ്പോൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞ വ്യക്തികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം നമുക്കറിയാം ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ ഉള്ളിൽ അവർക്കൊരു എന്താ പറയാ ഒരു വേദനിക്കുന്ന ഹൃദയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വേദനിക്കുന്ന, ഒരു സങ്കടപ്പെടുന്ന ഒരു ചൈൽഡ്ഹുഡും അതിന്റെ ഒരു ഹൃദയം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ആളുകൾ നാർസിസ്റ്റിക് ആയി മാറുന്നത്. കുറച്ച് ജനിതകമായിട്ടുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അതൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സോഷ്യൽ സപ്പോർട്ടുകളും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് നോക്കാം. ഒരു നല്ല ശതമാനം ആളുകൾക്കും അത് പറ്റാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് തമ്മിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറ്. പക്ഷെ അതിനു മുമ്പ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും, അത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തിയുടെ ഭാഗത്തുനിന്നും അവരുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടോം വർഗീസ് ആയിരുന്നു നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.